2047 അതായത് ഇന്ത്യ സ്വതന്ത്രയായതിന് 100 വർഷത്തിന് ശേഷമെങ്കിലും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകണം. അതായത് ഡെവലപ്ഡ് കൺട്രി എന്ന് നമ്മൾ പറയാറില്ലേ ഇംഗ്ലീഷിൽ. ഡെവലപ്മെൻറ്റ് എന്നത് ഒരു പ്രത്യേക സ്റ്റേജിലെത്തുന്ന സമയത്താണ് അതിനെ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത്. അങ്ങനെ വികസിതമായ ഒരു രാജ്യമാകണം ഇന്ത്യ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും ജനങ്ങളും എല്ലാവരും. അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടാവുകയാണെങ്കിൽ ആ ഇന്ത്യയുടെ സ്വഭാവം എന്തായിരിക്കും? ഇന്നത്തെ ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ വിഭിന്നമായ കാര്യങ്ങൾ നമുക്കതിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും? ഇത്തരം കാര്യങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കാനും അതേക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരാനും വേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM കോഴിക്കോടിലെ പ്രഗത്ഭനായ പ്രൊഫസർ ഡോക്ടർ സ്ഥാണു നായർ, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. നമസ്കാരം സ്ഥാണു നായർ. നമസ്കാരം. വികസിത ഭാരതം എന്ന സങ്കല്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഡിസംബർ 2023 ആദ്യമായിട്ട് നമ്മളെ പ്രധാനമന്ത്രി ഇങ്ങനെ രാജ്യത്തിനോട് ആഹ്വാനം ചെയ്തത്, നമ്മളെ ഇന്ത്യ ഇനി 2047, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുന്ന ആ വർഷം നമ്മൾ വികസിത രാജ്യമാകണം. അപ്പം അതിന് ആ ഒരു ഗോള് നമ്മൾ മനസ്സിൽ കണ്ട് നമ്മൾ പല കാര്യം ചെയ്യണം എന്ന് ആക്ച്വലി 2023 പ്രധാനമന്ത്രി ആദ്യമായിട്ട് രാജ്യത്തിനോട് അത് അറിയിച്ചത്, ആ പ്ലാൻ. പൊതുവേ നമ്മൾ വികസനം എന്ന് പറയുമ്പം പലർക്കും പല ഇൻ്റർപ്രിട്ടേഷൻ വരാം. ചിലർ പറയും നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നേറിയാലേ ഉള്ളൂ ഒരു രാജ്യം ഡെവലപ്ഡ് എന്ന് ചിലർ പറയും. ചിലർ പറയും സാമ്പത്തികമായിട്ട് മാത്രം മുന്നേറിയാൽ പോരാ, നമ്മൾ വേറെ പല മേഖലയിലും നമ്മൾ മുന്നേറണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും ചിലപ്പം ഒരാൾ നല്ല പണക്കാരൻ, ഓക്കെ, അപ്പോൾ അയാൾ വലിയ ധനികനാണ്, പക്ഷേ അയാൾ കംപ്ലീറ്റായിട്ട് ഒരു ഡെവലപ്ഡ് ആയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് വേറെ പല പ്രശ്നങ്ങളോ ഹെൽത്തോ എഡ്യൂക്കേഷനോ ഇല്ലാത്ത ഒരാളെ നമ്മൾ വേണമെങ്കിൽ പറയാം, ഓക്കെ, അദ്ദേഹം കംപ്ലീറ്റായിട്ടൊരു പൂർണ്ണമായിട്ടൊരു മനുഷ്യനായിട്ട് ആയിട്ടില്ല. അതുപോലെ നമുക്കൊരു രാജ്യത്തിനും അത് ആപ്ലിക്കബിളാണ്. വെറും ഇൻകം മാത്രം വെച്ചിട്ട് നമുക്ക് ഡെവലപ്ഡ് നേഷൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് രണ്ട് വാദങ്ങളുണ്ട്. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇൻകം മതി, അത് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ചിലർ പറയുന്നു ഇൻകം മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മൾ എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഹെൽത്ത് നോക്കണം, ആൾക്കാരുടെ എഡ്യൂക്കേഷൻ, അല്ലാതെ നമ്മൾ അവരുടെ കൾച്ചർ, ബിഹേവിയർ, ഇങ്ങനെ പല പല സയൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ പല പല ഘടകങ്ങൾ നമ്മൾ ചേർത്താലേ ഉള്ളൂ അത് ഡെവലപ്ഡ് എന്ന് നമ്മൾ രണ്ട് വാദങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അവരുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു രാജ്യം വികസിത രാജ്യം എന്ന് പറയണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇത് പെർ ക്യാപിറ്റ ഇൻകം, അവർ പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം, അതായത് ആളോഹരി വരുമാനം അവർ പറയുന്നത്, അതെ, അവരുടെ കണക്കനുസരിച്ച് ഒരു $14,000 അവരുടെ കണക്കനുസരിച്ച്. അതായത് ഒരു വികസിത രാജ്യം എന്ന് പറയുന്നത് അവരുടെ ആളോഹരി വരുമാനം $14,000 ആയിരിക്കണം ഒരു വർഷം. ഇന്നത്തെ കണക്കാണ്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ IMFൻ്റെ, അതായത് വേൾഡ് ബാങ്കിൻ്റെ ഇതനുസരിച്ച് നമ്മളിപ്പം ഇരിക്കുന്ന സ്റ്റേജ് എന്ന് വെച്ചാൽ ലോവർ മിഡിൽ ഇൻകം, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 11,046-നും 45,500 ഇടയ്ക്കാണ് ഇരിക്കുന്നത് ഡോളർ. അവർ പറയുന്നത് IMFൻ്റെ ഇതനുസരിച്ച് 11,046 ടു 45,015 ഒരു രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം ഉണ്ടെങ്കിൽ ആ രാജ്യം ലോവർ മിഡിൽ ഇൻകം. ഇന്ത്യ ഇപ്പോൾ ഇരിക്കുന്നത് ഈ സിറ്റുവേഷനിലാണ്. നമ്മളൊരു ലോവർ മിഡിൽ ഇൻകം കൺട്രിയാണ്. എന്തുകൊണ്ട്? നമ്മൾ ആളോഹരി വരുമാനം, ഇപ്പോഴത്തെ വരുമാനം, ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 2038, അതായത് $2,381 US. ഓക്കെ, അതായത് $2,381 നമ്മൾ ഇപ്പോഴത്തെ ആളോഹരി വരുമാനം. അതെ, നമ്മൾ 2022 അനുസരിച്ച്. ഓക്കെ, അപ്പം നമ്മളിനി വികസിത രാജ്യം ആകണമെങ്കിൽ, ഓക്കെ, നമ്മൾ എത്തേണ്ട ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ $14,005 എത്തണം. ഓക്കെ, അപ്പം നമ്മുടെ ടാർഗറ്റ് അതാണ്. അതായത് 2047-48 നമ്മൾ ഈ $23,381 നിന്ന് നമ്മൾ $14,006 എത്തണം അടുത്ത 25 വർഷം. ഓക്കെ, പക്ഷേ ആ 2047-48 ഈ $14,006 എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടും. കാരണം നമ്മൾ വർഷം കൂടുന്തോറും നമ്മൾ അതിൻ്റെ ആ വരുമാനം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട ടാർഗറ്റ് $18,414 US ആളോഹരി വരുമാനം, അത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെയും വരുമാനം അത്ര എത്തണം. അപ്പം ഇപ്പം നമ്മളിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2,380 ഒരു വ്യക്തിയുടെയാണ്. ഒരു വ്യക്തിയുടെ ഇപ്പം നമ്മളിരിക്കുന്ന ലെവൽ $2,381. നമ്മൾ 2047-48 നമ്മൾ എത്തേണ്ട ടാർഗറ്റ് $18,414. ഓക്കെ, എന്നാലേ നമ്മൾ ഡെവലപ്ഡ് നേഷൻ എന്ന്
ഇത് വേൾഡ് ബാങ്കിൻ്റെ ഇൻകം ഡെഫിനേഷൻ വെച്ച് നോക്കിയാൽ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മളെ മൊത്തം എക്കോണമിയുടെ GDP-യുടെ നമ്മളെ സൈസ് എന്ന് പറയുന്നത് റൈറ്റ്, നമ്മളിപ്പോൾ പറയണത് ഇപ്പോഴത്തെ സൈസ് എന്ന് പറയുന്നത് $4.19 ട്രില്യൺ ഇപ്പോൾ ആളോഹരിയല്ല ഇപ്പോഴത്തെ സൈസ് മൊത്തം. ഇത് നമ്മൾ 2047-48 നമ്മൾ $29.99 മില്യൺ മാറണം. ട്രില്യൺ ഡോളറിലേക്ക് മാറണം. അതെ, ഓക്കെ. എന്നാലേ നമ്മൾ മൊത്തം GDP-യുടെ കണക്കനുസരിച്ച് നമ്മൾ 4 ട്രില്യൺ 29 ട്രില്യൺ. അതെ 29.9 30 ട്രില്യൺ നമുക്ക് നോക്കാം. അപ്പം അത് ആ ട്രില്യൺ ഡോളറിൽ എത്തണം. നമ്മൾ റുപ്പി ടേംസ് നോക്കിക്കഴിഞ്ഞാൽ 4012 ട്രില്യൺ റുപ്പീസ്, ഏകദേശം 7 ഇരട്ടി നമ്മൾ ഇനിയും പോകണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഡെവലപ്ഡ് നേഷൻ എന്ന് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയുടെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് $85,000. ഓക്കെ, അപ്പം നമ്മൾ അമേരിക്കയുടെ ലെവലിൽ എത്തണമെങ്കിൽ ഇനി 75 വർഷം വേണം. അതെ, അതാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡെഫിനിഷൻ ഓഫ് ഡെവലപ്ഡ് നേഷൻ, അതായത് വികസിത രാജ്യം. വെറും നമ്മൾ ഇൻകം മാത്രം നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്യാം, ഓക്കെ വെറും ഇൻകം മാത്രം മതിയോ എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് മറ്റു കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എൻവയറമെൻ്റൽ ക്ലീൻ ആയിരിക്കണം, നമ്മൾ എല്ലാവർക്കും ജോലി ഇരിക്കണം, ഓക്കെ, പിന്നെ ശുചിത്വം, പിന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ഇലക്ട്രിസിറ്റി സപ്ലൈ, എല്ലാവർക്കും വാട്ടർ സപ്ലൈ. അപ്പം നമ്മൾ ക്രിട്ടിക്കലുള്ള ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആളോഹരി വരുമാനം കൂടുമ്പോൾ ഇതും പിന്നാലെ വരും എന്നുള്ളൊരു ആർഗ്യുമെൻറ്റിൻ്റെ കണക്കിൽ നമുക്ക് പറയാം. ഈ സങ്കല്പങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സങ്കല്പങ്ങളും വ്യക്തിപരമായി താങ്കളുടെ സങ്കല്പവും വ്യത്യാസമുണ്ടോ? വ്യത്യാസം എന്ന് വെച്ചാൽ ഇൻകം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അത് വേണം. പക്ഷേ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത് ഇൻകം മാത്രം ആളോഹരി മാത്രം വെച്ച് നോക്കിയിട്ട് പോരാൽ ഈ ആളോഹരി വരുമാനം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അതും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലല്ല ലോകത്തെല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ട് വരികയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതായത് കൂടുതലുള്ളവരുടെ കയ്യിൽ കൂടുതലും ഇല്ലാത്തവൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് അഡ്രസ്സ് ചെയ്യണം. അതായത് ഈക്വൽ നമുക്ക് 100% ഈക്വൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അതൊരു വളരെ ഇംപ്രാക്ടിക്കലുള്ള കാര്യമാണ്. പക്ഷേ മാക്സിമം നമ്മൾ അത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പോളിസി വേണം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ ഈ സങ്കല്പങ്ങളൊക്കെ ഗവൺമെൻറ്റിന് ഉണ്ടാവില്ലേ? ഉണ്ടാവും, അതൊന്ന് ഗവൺമെൻറ് ചെയ്യുന്നുമുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെൻറ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യണം. ഫോർ എക്സാമ്പിൾ അത് ഞാൻ പിന്നെ പറയാമെന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോഴേ പറയാം. അതായത് നമ്മളിപ്പം ഇന്ത്യയിൽ ഇൻകം ഇൻഇക്വാലിറ്റി വളരെ കൂടുതലാണ്. കണക്കുകൾ പറയുന്നതനുസരിച്ച് ഒരു ചെറിയ ശതമാനം ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ വരുമാനം ഇരിക്കുന്നു. ഓക്കെ, മീൻസ് ഭൂരിപക്ഷം ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ വരുമാനം ഇരിക്കുന്നു. അതായത് 10% ആൾക്കാരുടെ കയ്യിൽ ഓക്കെ നമ്മൾ 57% ദേശീയ വരുമാനം കയ്യിലുണ്ട്. ഓക്കെ, 10% ആൾക്കാർ 57%. ഓക്കെ, അതേസമയം താഴത്തെ 50% ആൾക്കാരുടെ കയ്യിൽ വെറും 13% ഉള്ളൂ. ഓക്കെ, വലിയ ഡിസ്പാരിറ്റിയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഈ ഡിസ്പാരിറ്റി ഒരു വളരെ കൺസേൺഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രോത്ത് കൂടുന്തോറും ഡിസ്പാരിറ്റിയും കൂടുന്നുണ്ട്, അതൊരു സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്പാരിറ്റി കൂടുമ്പം അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പല വഴികളുണ്ട്. നമ്മളിപ്പം ധനികരെ കൂടുതൽ നമ്മൾ ടാക്സ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കൂടുതൽ ടാക്സ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഒന്നുകിൽ ഇന്ത്യ വിട്ട് പോകും, അല്ലെങ്കിൽ അവർ ടാക്സ് പേ ചെയ്യത്തില്ല അല്ലേ. അവരിപ്പോൾ നമ്മൾ കൂടുതൽ ടാക്സ് ചോദിക്കുമ്പം അവരത് ടാക്സ് തരാതിരിക്കാനുള്ള വഴിയാണ് നോക്കത്തുള്ളൂ. അതുമല്ലെങ്കിൽ ജോലി എടുക്കാതിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വേറെ വഴിയുണ്ട്, അവർക്ക് വേറെ രാജ്യത്തിൽ പോകാം. ഓക്കെ, അവർക്ക് ദുബായിൽ പോകാം, സ്വിറ്റ്സർലാൻഡിൽ പോകാം, മറ്റു രാജ്യങ്ങളിൽ പോകാം. കാരണം ഇപ്പോൾ ആൾറെഡി നമ്മൾ പലരും ഈ വെൽത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം അവർ നല്ല ലോ ടാക്സ് റീജിയം, അവിടെ ടാക്സ് ഒന്നും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ വെറും കൂടുതൽ ടാക്സ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനമൊക്കെ എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ അത് അത്ര പ്രാക്ടിക്കലല്ല. നമുക്ക് ഇടപെട്ട ഒരു രീതി എന്ന് വെച്ചാൽ നമ്മളൊരു ടാക്സ് GDP റേഷ്യോ എന്നുണ്ട്. അതായത് ടാക്സിൻ്റെ ആ ഷെയർ കൂട്ടുക. അതായത് നമ്മളിപ്പം ഇന്ത്യയിലെ ഇപ്പോൾ ടാക്സ് GDP റേഷ്യോ എന്ന് പറയുന്നത് ഒരു 15% നമ്മൾ GDP-യുടെ ആണ് ടാക്സായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ടാക്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ഈ വെൽഫെയർ സ്കീം വഴി, അതായത് നമ്മൾ ഈ എന്താ പറയുക ഈ ക്ഷേമ പദ്ധതികൾ ഒത്തിരി ഉണ്ടല്ലോ, ഈ വെൽഫെയർ സ്കീം വഴി നമ്മൾ സാധാരണ ജനങ്ങൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ചുമ്മാ പൈസയായിട്ട് കൊടുക്കുക. അപ്പോൾ പലരും പറയുന്നത് ചുമ്മാ പൈസയായിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ പൈസയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ മോണിറ്റർ ചെയ്യണം. അവരത് മിസ്യൂസ് ചെയ്താൽ നമ്മളിത് അതെ ഇത് ടാക്സ് പേയേഴ്സിൻ്റെ മണിയാണ്.
നമ്മൾ വെറും 14% ടോട്ടൽ GDP നമ്മൾ ടാക്സ് എടുക്കുന്നുള്ളൂ. നമ്മൾ വികസിത രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 35% മുതൽ 40% അവർ ടാക്സ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ നമ്മൾ 35 മുതൽ 40% ഗവൺമെൻറ് ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ വെൽഫെയർ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ വളരെ സ്ട്രോങ്, എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അതുപോലെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഗവൺമെൻറ് സാധാരണ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ഭവന നിർമ്മാണം, പിന്നെ നമ്മളിപ്പം കർഷകർക്ക് പല സ്കീംസ് ഉണ്ട്, പിന്നെ സ്ത്രീകൾക്ക് പല സ്കീംസ് ഉണ്ട്, പിന്നെ ഇപ്പം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ ഗ്യാസ് കണക്ഷൻ, റൈറ്റ്, പിന്നെ അതുപോലെ ഈ സ്റ്റാർട്ടപ്സിന് പല ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല പല ക്ഷേമ പദ്ധതികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം നമ്മൾ ഈ രീതിയിൽ ഡിസ്പാരിറ്റി കുറയും. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ആ ഡിസ്പാരിറ്റി കുറയ്ക്കാം. രണ്ടാമത്തെ നമ്മൾ പറയും പലപ്പോഴും ഗവൺമെൻറ് ചെലവ് ചെയ്യുമ്പം നമ്മൾ ക്യാപെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമ്മളൊരു അസറ്റ് ക്രിയേഷന് വേണ്ടി ചിലവ് ചെയ്യുക. രണ്ട് വിധത്തിൽ നമുക്ക് ചിലവ് ചെയ്യാം. ഒന്ന്, താങ്കൾക്ക് ഞാൻ വെറുതെ ഒരു 1000 രൂപ കൈ തരാം. അപ്പം ചിലപ്പം നിങ്ങൾ 1000 രൂപ മേടിച്ചിട്ട് ചിലപ്പം ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് അതോടെ നിങ്ങൾ ജീവിതം അവിടെ തീരും. അതേസമയം ഞാൻ 1000 രൂപ ഞാനിപ്പോൾ ഒരു റോഡ് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാം. 1000 കോടി എന്ന് വെച്ചോളൂ. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാം, ഒരു IIM നമുക്ക് ബിൽഡ് ചെയ്യാം, ഒരു മെഡിക്കൽ കോളേജ് ബിൽഡ് ചെയ്യാം, ഓക്കെ, ഒരു സയൻസ് പാർക്ക് ബിൽഡ് ചെയ്യാം, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാം, അപ്പം ഒരു റോഡ് ബിൽഡ് ചെയ്യാം, എയർപോർട്ട് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മളൊരു ലോങ് ടേം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ചിലവ് ചെയ്യും, മൂലധന ചിലവ്. അപ്പോൾ ചെയ്യുമ്പം അത് കാരണം നമുക്ക് എക്കോണമിയിൽ നമ്മൾ എക്കണോമിക്സ് പറയും മൾട്ടിപ്പിളർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റോഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിനെ ചുറ്റിപ്പറ്റി പല ഇൻഡസ്ട്രീസ് വരാം, റൈറ്റ്, പല ഹോട്ടൽസ്. അതുകൊണ്ട് ഉണ്ടാകുന്ന വികസനം വലുതാണ്. നമ്മൾ വെറുതെ ഒരു 1000 കോടി കൊടുക്കുന്നതും ഇതുപോലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇന്ന് ആവശ്യം അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആണ്. ചെറിയ ഉദാഹരണം പറയാം. അപ്പം ഒരു വില്ലേജിൽ ഒരാളുണ്ട്, ഒരു പാവപ്പെട്ടവൻ, വലിയ വിദ്യാഭ്യാസമില്ല, വളരെ വരുമാനമില്ല. അപ്പം അവർക്ക് നല്ല ബുദ്ധി കാണും, ചിലപ്പം ജീവിതത്തിൽ നന്നാകണം എന്നൊക്കെ ആഗ്രഹം കാണും. അപ്പോൾ സാഹചര്യം അതിനുള്ള അങ്ങനെയല്ല. അപ്പോൾ അവിടെ ഒരു നല്ലൊരു സ്കൂൾ പണിയുക, നല്ലൊരു ഹോസ്പിറ്റൽ പണിയുക, അല്ലെങ്കിൽ ആ ഗ്രാമത്തിനെ പട്ടണവുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യിപ്പിക്കുക, റോഡ് വഴി എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പം ഇവർക്ക് നോളജ് കിട്ടും, ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടും, പിന്നെ അവർ ഹെൽത്തി ആയിട്ട് അവർക്ക് ജീവിക്കാം. അപ്പം അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് അവർക്ക് പട്ടണത്തിൽ വരാം, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം. അതേസമയം നമ്മൾ അവരുടെ ഹെൽത്തും എഡ്യൂക്കേഷനും റൂറൽ റോഡും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അവരെന്നും പാവപ്പെട്ടവരായിരിക്കത്തുള്ളൂ. അവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവരെ നമ്മൾ എംപവർ ചെയ്യുക. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ട്. ഫോർ എക്സാമ്പിൾ പട്ടണത്തിലൊരു IT കമ്പനിയിൽ ആ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ജോലിക്ക് കയറാം. അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ കേപ്പബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അവർക്ക് എഡ്യൂക്കേഷനും ഹെൽത്തും, അല്ലെങ്കിൽ ഒരു കർഷകന് അവൻ്റെ സാധനങ്ങൾ വില്ലേജിൽ നിന്ന് നമ്മൾ നഗരത്തിൽ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാം. നമ്മൾ റോഡില്ലെങ്കിൽ അത് നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ ആക്സസ് കിട്ടും, നല്ല സാധനങ്ങൾ വിൽക്കാൻ പറ്റും, നല്ല അവർക്ക് വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ എംപവർ ചെയ്യുക. അതായത് നമ്മളെന്നും ഒരാളെ നമ്മൾ മീൻ പിടിച്ച് കൈ കൊടുക്കുന്നതിന് പകരം മീൻ പിടിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ കേപ്പബിലിറ്റി കൂട്ടുക. കേപ്പബിലിറ്റി കൂടുമ്പം നാച്ചുറലി ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ട. ഒരു IT കമ്പനി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹയർ ചെയ്യും. ഒരുപക്ഷെ ഇത് രണ്ടും വേണ്ടി വരും. ഒരു ഭാഗത്ത് എംപവർ ചെയ്യുകയും വേണം, അതേസമയം മറ്റൊരു ഭാഗത്ത് ഡയറക്റ്റായിട്ട് പണം അവൻ്റെ കയ്യിൽ എത്തിക്കുകയും വേണം. രണ്ടും നമ്മൾ വേണം. അപ്പം കൂടുതൽ നമുക്ക് പ്രിഫർ ചെയ്യുന്നത് പണം നേരിട്ട് കൊടുക്കുന്നതിന് പകരം ഇത് ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ നമുക്ക് ചില സമയത്ത് പണം കൊടുക്കേണ്ടിയും വരും. ഓക്കെ, അപ്പം നമ്മൾ ഈ പണം കൊടുക്കേണ്ടി രോഗം വന്നു, പണം ആ സമയത്ത് പണം നേരിട്ട് കൊടുക്കുക വേണം. അതെ, നമ്മളിപ്പം നമ്മൾ നഗരത്തിൽ അതൊന്നും വലിയ കാര്യമല്ല. ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള മൊത്ത വരുമാനം അവർ ചിലവാക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് കയ്യിൽ കുറച്ച് പണം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ഉണ്ട്. അത് പലർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയും. അതായത് ഇപ്പം പാശ്ചാത്യ രാജ്യത്തിലൊക്കെ അവർ ആൾറെഡി എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യന് അവന് ഏറ്റവും ആവശ്യം പണം. അപ്പം നിങ്ങൾ അവന് ആവശ്യമുള്ള പണം കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെ പാട്ടിന് വിട്ടേക്കുക. അവർക്കറിയാം ഈ പണം എങ്ങനെ ഉപയോഗിക്കണം. അത് അവരുടെ കോൺസെപ്റ്റാണ്. അപ്പം അവർ പറയുന്നത് ഈ പണം ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു 10,000 രൂപ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ 10,000 രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ആ 10,000 രൂപ വെച്ചിട്ട് മേ ബി എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാം.
ഓക്കെ. ഐ മീൻ നമുക്കറിയാമല്ലോ പല ഗവൺമെൻറ് സ്കൂളുകളും നല്ല നിലവാരത്തിലല്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ അയക്കാതെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ അയക്കാം. പിന്നെ എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ എവിടെ നിന്നും മേടിക്കാം. എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും ചെയ്യാതെ ആ 10,000 രൂപ വെച്ചിട്ട് ഒരു ചെറിയ വ്യക്തിക്കും അറിയാം അവർക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയൊരു തയ്യൽ മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ തയ്യൽ മെഷീൻ വെച്ചൊരു ബിസിനസ് നടത്താം, അല്ലെങ്കിൽ ചെറിയൊരു പെട്ടിക്കട നടത്താം. അപ്പം നിങ്ങൾ അവരെ വിട്ടേക്കുക, നിങ്ങൾ അവരെ മോണിറ്റർ ചെയ്യേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം. അതായത് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ആ പൈസ കിട്ടും. പിന്നെ ബേസിക് എന്ന് പറയുന്നത് മിനിമം എമൗണ്ട്. നമ്മുടെ പെൻഷൻ സ്കീമൊക്കെ ഒരു പരിധി വരെ അതാണ്. അപ്പം നമ്മൾ അവരൊരിക്കലും ഒരു മോണിറ്റർ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട, അവർക്ക് അറിയാമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമുക്കൊരു ചെറിയൊരു പേടിയുണ്ട്. കാരണം നമ്മളെ ജനതയ്ക്ക് അങ്ങനെ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ട് ഒരു പൈസ ഉപയോഗിക്കാൻ അറിയാവോ ഇല്ലയോ, അങ്ങനെ കള്ളുപിടിക്കുക, അങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ കള്ളുപിടിക്കും. അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ കയ്യിൽ പൈസ കൊടുത്താൽ പുരുഷൻ അതെടുത്തിട്ട് വേറൊരു ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ഒരു സംശയങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. അത് ഓൾറെഡി നമ്മളെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ പല ഭാഗത്തും ഒരു ചെറിയൊരു വില്ലേജ് എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കുക, അവരെ കുറേ മോണിറ്റർ ചെയ്യുക, ഒരു വർഷം ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവർ ബിഹേവിയർ സ്റ്റഡി ചെയ്യുക. എന്നിട്ട് ആ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ പിന്നെ പോളിസി ഡിസൈൻ ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഈ യൂണിവേഴ്സൽ ആദ്യകാലത്ത് ധൂർത്തടിക്കും, പിന്നെ ശരിയാക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ചില സമയത്ത് അവർ ഈ പൈസ വേറെ കാര്യത്തിന് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖത്തിന് ചിലവാക്കാം. അപ്പം ഈ ബ്രസീൽ പോലത്തെ രാജ്യത്തിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെന്തുകൊണ്ട് ഇത് മിസ്യൂസ് ചെയ്യുന്നു എന്ന് അവർ സ്റ്റഡി ചെയ്യും. എന്നിട്ട് അവർ കൗൺസിൽ ചെയ്യും. നമ്മളെ ഇന്ത്യയിൽ അത് പറ്റും. കാരണം നമ്മളെ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം സ്ട്രോങ് ആയിട്ടുള്ള കേരളത്തിലെ പോലെ സ്റ്റേറ്റിൽ ഈ ലോക്കൽ ഗവൺമെൻറ്റ്സ് അവരെ കൗൺസിൽ ചെയ്യാം, അവരുടെ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അവരെ സ്റ്റഡി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാലം കഴിഞ്ഞാൽ കൂടി താങ്കൾക്കുണ്ടെന്ന് ചെയ്യാം. അങ്ങനെ ഒരു ആശയം നടക്കുന്നുണ്ട്, ഇപ്പോഴും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തലത്തിൽ തന്നെ ഈ അരവിന്ദ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന പഴയ ഒരു നമ്മളെ ചീഫ് എക്കണോമിക് അഡ്വൈസർ, പുള്ളി ഒരു എക്കണോമിക് സർവേയിൽ ഒരു ചാപ്റ്റർ പോലും ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അത് ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വേണോ വേണ്ടയോ. ചിലർ പറയും നിങ്ങൾ യൂണിവേഴ്സൽ ആക്കാൻ പാടില്ല, കണ്ടീഷണൽ. അതായത് ഒരാൾക്ക് പൈസ കൊടുക്കുമ്പം ഒരു കണ്ടീഷൻ ഇടുക, നിങ്ങൾ ഈ പൈസ ഇതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പൈസ ഉപയോഗിക്കാം, പക്ഷേ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ അയക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളിൽ നിങ്ങൾ വാക്സിനേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇടുമ്പം, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലുണ്ടല്ലോ, അതായത് നിങ്ങൾ മിഡ് ഡേ മീൽ സ്കീം, നിങ്ങൾ സ്കൂളിൽ വരാം ഇന്നലെ ഭക്ഷണം കിട്ടത്തുള്ളൂ, അപ്പം സ്കൂളിലും വരും ഭക്ഷണം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആഡ് ചെയ്താൽ ആ കണ്ടീഷൻ നമുക്ക് മീറ്റ് ചെയ്യാം. അതേസമയം ഇവർ ആ പൈസ ഉപയോഗിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങനെ സമയപരിമിതി മൂലം ഇന്നത്തെ ഈ അഭിമുഖം ഇവിടെ വെച്ച് നമുക്ക് നിർത്തേണ്ടിയിരിക്കുന്നു. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്ഥാണു നായർക്ക് ഇനിയും പറയാനുണ്ട്. തീർച്ചയായും അടുത്ത ആഴ്ച ഇതേ ദിവസം നമുക്കിത് പ്രതീക്ഷിക്കാം.